അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വിഷയം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒരു വട്ടം ഓതിയതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു ദുആ പറഞ്ഞു തരുന്നുണ്ട്. അതും നിങ്ങൾ ഒരു വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് അത് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുണ്ടാകും. ലോകം മുഴുവനും നിങ്ങൾക്കത് നടക്കില്ല എന്ന് പറഞ്ഞാലും ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് എളുപ്പത്തിൽ നിറവേറ്റിത്തരും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിറവേറ്റിത്തരട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഓരോ ദിവസവും പല അറിവുകൾ, പല വിജ്ഞാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയും നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ, മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പല സഹോദരന്മാരും അതുപോലെ സഹോദരിമാരൊക്കെ പറയുന്നൊരു വിഷമത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, അതുപോലെ വലിയ ദിക്റുകൾ, ദുആകൾ അതൊന്നും എനിക്ക് നോക്കി ഓതാൻ അറിയില്ല, ചൊല്ലാൻ അറിയില്ല, എനിക്ക് അറബി അറിയില്ല എന്നൊക്കെ പല സഹോദരിമാരും സഹോദരന്മാരും പറയാറുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ അറബി പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാകില്ല. അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കാരണമായിരിക്കും അവർക്ക് അറബി പഠിക്കാൻ പറ്റാത്തത്. എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യം അറബി അറിയാവുന്ന നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോടോ ഭാര്യമാരോടോ മാതാപിതാക്കളോടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്നാൽ ഇത് നിങ്ങൾ അവരോട് ചെയ്യാൻ പറയുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് വേണം അവരോട് നിങ്ങളിത് പറയാൻ. അറബി വായിക്കാൻ അറിയാത്തവർക്കും ഫാത്തിഹ സൂറത്ത് കാണാതെ അറിയാൻ സാധ്യതയുണ്ട്. കാരണം ഫാത്തിഹ സൂറത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആദ്യം ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് ഫാത്തിഹ സൂറത്തൊക്കെ കാണാതെ അറിയാത്തവർ അപൂർവം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നേടിയെടുക്കാം, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയെടുക്കാം. ഈ ഫാത്തിഹ നമുക്ക് കാണാതെ അറിഞ്ഞാൽ മതി. ഫാത്തിഹ സൂറത്തിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും പറയുകയാണെങ്കിൽ ഒരു ദിവസം വെച്ച് പറഞ്ഞാൽ പോലും തീരില്ല. അത്രയ്ക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും ഉൾക്കൊള്ളിച്ച രീതിയിലാണ് സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് പരിശുദ്ധ ഖുർആനിലെ അതിൻ്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചുരുക്കിയ രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്, മഹത്വം നിറഞ്ഞ പേരുകൾ. ആ പേരുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാര മാർഗമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന്. സൂറത്തു ഷിഫാ അതൊരു പേരാണ്. അതായത് ഷിഫായിൻ്റെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെ രോഗം മാറാൻ, നമുക്ക് രോഗം പിടിപെട്ടാൽ ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിഹ സൂറത്ത് നമ്മൾ മന്ത്രിച്ച് ഊതിയാൽ മതി, നമ്മുടെ രോഗം മാറിക്കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഷിഫാണ്. എന്നാൽ അതിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ.
ആ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിക്കൊണ്ട് നമ്മൾ എന്തു തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് അതിന് ഫലം തന്നിരിക്കും. പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ടും ഉൾക്കൊള്ളിച്ച ഒരു സൂറത്താണ്, ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മാത്രമല്ല ബറക്കത്തുള്ള ഒരു മരുന്നും കൂടിയാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കാളും ഏറ്റവും ബറക്കത്താക്കപ്പെട്ട മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന ആളുകൾക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അത് പരിഹാരമാണ്. അവന് എവിടെയും ഒരു പരാജയം സംഭവിക്കില്ല, അവൻ ഒരു അപകടത്തിലും പെടില്ല, ഒരു ആപത്ത് മുസീബത്തിലും പെടില്ല, അവനെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയുള്ളൂ. അവൻ തൊട്ടതെല്ലാം പൊന്നാകും, അവൻ തുടങ്ങുന്നതെല്ലാം വിജയിക്കും. അവൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ ഉന്നത വിജയമായിരിക്കും അവനുണ്ടാകുക. അവൻ്റെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവൽ എല്ലാ സമയത്തും അവനിൽ ഉണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, അതിനി ജോലിക്കാണെങ്കിലും ഇനി സ്ത്രീകൾ വീട്ടിലെ അടുക്കള ജോലിക്കാണെങ്കിലും എന്തു തന്നെയായാലും ആ ദിവസത്തെ പകൽ നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ഓതിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങി നോക്കൂ. ആ ദിവസം നിങ്ങൾക്ക് നല്ല റാഹത്തായിരിക്കും, നല്ല ബറക്കത്തായിരിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറി കിട്ടും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ ആയത്തുൽ കുർസി, അതും നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതി നോക്കൂ. നിങ്ങളുടെ ആ ദിവസം ബറക്കത്തുള്ള ദിവസമായി തീരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്ന് വിജയിക്കും. ആ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും, ഒരു തടസ്സവും ഉണ്ടാകില്ല. ആള് തന്നെ മുടക്കാൻ നോക്കിയാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മുടങ്ങാതെ അത് ഉദ്ദേശിച്ചതുപോലെ നിറവേറി കിട്ടും ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, എല്ലാ ദിവസവും ഒന്ന് നല്ല മനസ്സോടു കൂടി ചെയ്യണം എന്ന് മാത്രം. ഒന്ന് ചെയ്തു നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, അതുപോലെ അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ, അവനിക്ക് നല്ല ഉന്മേഷം കിട്ടാൻ, അവൻ്റെ എല്ലാ ക്ഷീണങ്ങളും മാറിക്കിട്ടാൻ, ഒരു മനുഷ്യൻ്റെ വിശപ്പകറ്റാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, കടങ്ങൾ മാറിക്കിട്ടാൻ, എന്ത് ഉദ്ദേശമാണോ അത് ഇനി എത്ര വലിയ നല്ല ഹലാലായ ഉദ്ദേശമാണെങ്കിലും അത് മിന്നൽ വേഗത്തിൽ നമുക്ക് നിറവേറിക്കിട്ടാൻ, അത്ഭുതകരമായി നമുക്ക് നിറവേറിക്കിട്ടും. അതിനും പരിശുദ്ധ ഖുർആന് കഴിവുണ്ട്. ഇങ്ങനെ തുടങ്ങിയ അനവധി നിരവധി നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയുമുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാര മാർഗമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നാവ് കൊണ്ട് ഒരു കളവ് പോലും പറയാത്ത, ശരീരം കൊണ്ട് ഒരു തെറ്റ് പോലും ചെയ്യാത്ത, മനസ്സുകൊണ്ട് ഒരു തിന്മ പോലും ചിന്തിക്കാത്ത നമ്മുടെ നബി, അള്ളാഹുവിൻ്റെ റസൂലായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുത്തുനബി നമുക്ക് പറഞ്ഞു തരുന്നത് അത്രയ്ക്കും വലിയ പൂരിശയേറിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന്. എന്നാൽ ആ പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മയാണ്, ഹെഡാണ്, അതായത് പരിശുദ്ധ ഖുർആനിൻ്റെ തലവനാണ് എന്നൊക്കെ പറയാം നമ്മൾ ഈ പറഞ്ഞ ഈ ചെറിയ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ എത്ര മഹത്വം നിറഞ്ഞ ശ്രേഷ്ഠതയേറിയ സൂറത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറയുകയാണെങ്കിൽ ഈ ക്ലാസ് നീണ്ടുപോകും. അത്രയ്ക്കും മഹത്വങ്ങൾ പറയാനുണ്ട് ഈ സൂറത്തിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടാൻ, നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിക്കിട്ടാൻ, നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മിലേക്ക് അടുത്തു കിട്ടാൻ, നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ, കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ മാറിക്കിട്ടാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ, വിവാഹം ശരിയാക്കാൻ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കാൻ,
നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു വീട് ലഭിക്കാൻ, ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ, ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ, എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് അതൊക്കെയും മാറി നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടാൻ പറ്റിയ നല്ല ഒരു ഇസ്ലാമിക് പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇശാ നിസ്കരിച്ചതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷമോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് ഫലം കിട്ടാൻ സഹായിക്കും. മറ്റുള്ള സമയങ്ങളിൽ ചെയ്താലും ഫലം ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. അത്രക്കും വലിയ മഹത്വമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കഴിയുന്നതും സുബ്ഹി നിസ്കാര ശേഷമോ അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷമോ നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും ചിലവഴിക്കേണ്ട, സെക്കൻഡുകൾ മാത്രം മതി ഇത് ചെയ്തു തീർക്കാൻ. അതായത് നമ്മൾ ഒരു ഫാത്തിഹ മാത്രമേ ഓതുന്നുള്ളൂ. ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ഒരു ചെറിയ ഒരു ദുആ അതും ഒരു വട്ടം നമ്മൾ പറഞ്ഞാൽ മതി. എന്നാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത്രയുള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതുക. എന്നിട്ട് നല്ല വിശ്വാസത്തോടു കൂടി, നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൂറത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയതിന് ശേഷം ഒരു ദുആയുണ്ട്. ആ ദുആ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ ചെയ്യാം. ചെറിയ ഒരു ദുആയാണ്. അല്ലാഹുമ്മ ജ്മഅ ബൈനി വ ബൈന ഹാജതി കമാ ജമഅത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദുആ നിങ്ങൾ ഒരു വട്ടവും ചൊല്ലിയാൽ നിങ്ങളുടെ ഉദ്ദേശം എന്ത് തന്നെ നല്ല ഹലാലായ ഉദ്ദേശമാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ നിറവേറ്റി തരുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യാനും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ ആഫാത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് ആ ദിവസത്തിൻ്റെ പകൽ തുടക്കത്തിൽ നിങ്ങൾ ഒരു ഫാത്തിഹ എല്ലാ ദിവസവും ഓതുക. കഴിയുമെങ്കിൽ ആയത്തുൽ കുർസിയും നിങ്ങൾ ഓതുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വിജയം മാത്രമേ നൽകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുകയും നിങ്ങളുടെ ലൈഫിൽ ബറക്കത്തുണ്ടാവുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ബിഹക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.